പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ പരിശോധിക്കണം. കർത്താവിൻ്റെ നിർമ്മലമായ കലർപ്പില്ലാത്ത വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കണം. പൗലോസ്ലീഹ ഗലാത്യ സഭയോട് പറയുന്ന ശക്തമായൊരു വചനമുണ്ട്. 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? എന്തൊരു ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ തകർച്ച വന്നുവെന്ന് ഗലാത്യയിലെ വിശ്വാസികളോട് ഒരു അപ്പനെ പോലെ വിശുദ്ധ പൗലോസ് ചോദിക്കുകയാണ്. നമ്മളൊരു കാര്യം തിരിച്ചറിയണം സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് കൂടുതൽ കൃപയിലേക്ക്, മോർ പവർ, മോർ അനോയിന്റിങ്. നമ്മൾ കാണുന്നില്ലേ, സാവൂളാകുന്ന പൗലോസ് കൂടുതൽ ശക്തി ആർജിച്ചു. ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ മാസം കഴിയുമ്പോൾ, ഓരോ വർഷം കഴിയുമ്പോൾ കൂടുതൽ കൃപ, കൂടുതൽ അഭിഷേകം, കൂടുതൽ ആത്മശക്തി. ഹല്ലേലൂയ! ഇത് സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിനോട് കൂടെ നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ കുടുംബജീവിതം നയിക്കണം, ഏകാവസ്ഥ ജീവിതം നയിക്കണം, സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതം. ഈ കൂടുതൽ കൃപയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നയിക്കേണ്ടത്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് വലിയ അഭിഷേകത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, കൃപയ്ക്കുമേൽ കൃപ. ആ ഒരു അനോയിന്റിങ്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളരണം. അല്ലാതെ ശരീരത്തിൽ ലൗകികമായി ജഡീകമായി അവസാനിപ്പിക്കാനുള്ളതാണോ നിന്റെ ശുശ്രൂഷ വിളി, നിന്റെ ശുശ്രൂഷ ജീവിതം? അല്ല സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചുണ്ട് അത് കൂടുതൽ ആത്മശക്തിയോട് മുന്നോട്ട് കൊണ്ടുപോകും. അവസാന ശ്വാസം വരെ ഈ കൃപയുടെ ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അതിന് തടസ്സമായ സകല ലോകമോഹങ്ങളെയും, ജഡീകതകളെയും, ലൗകികതകളെയും, നമ്മുടെ വിശ്വാസ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല പാപ പ്രലോഭനങ്ങളെയും അതിനെയെല്ലാം അകറ്റിക്കളയാൻ, അതിനോടൊക്കെ നോ പറയാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. അതിൽ ജാഗ്രതയുണ്ടാകണം.